ജാൻമണിയെ കട്ടിലിലേക്ക് എടുത്തെറിഞ്ഞ മുടിയൻ. ഋഷി ജാൻമണിയെ തലകറങ്ങി കരഞ്ഞ് ആകെ വയ്യാണ്ടായ ജാൻമണിയെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു റൂമിലോട്ട്. പക്ഷെ റൂമിലോട്ട് എത്തിയ വഴിക്ക് ഋഷി കയ്യിൽ നിന്ന് വിടുകയും ജാൻമണിയും ബെഡിലേക്ക് ചെന്ന് എത്തേ വീണു എന്ന് പറഞ്ഞ് ടപ്പേന്ന് പറഞ്ഞിട്ട് ചെന്ന് വീഴുകയും ചെയ്യുകയായിരുന്നു. കണ്ടു നിന്ന് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി കരയുന്നതും വീഴുന്നതും കണ്ടിട്ട് ചിരിയാണ് വന്നത്. അവിടെ ആർക്കും സിമ്പതിയൊന്നും തോന്നിയിട്ടില്ല. വീട്ടിലുള്ളവർക്കല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് പ്രേക്ഷകർക്കാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു കോമഡി സീനായിരുന്നു, കോമഡി കഥാപാത്രമായിരുന്നു. സത്യത്തിൽ ഒരാൾ കരയുന്ന കാണുമ്പോൾ പ്രേക്ഷകർ ഇത്രയും ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഒരാൾ കരഞ്ഞ് നിലവിളിച്ച് വയ്യാതെ ഋഷി അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന് ബെഡിന്റെ അവിടെ എത്തിയ വഴിക്ക് ഋഷി കൈവിടുന്നു. നേരെ ബെഡിൽ പോയിട്ട് ഒരൊറ്റ വീഴ്ച. സത്യം പറഞ്ഞ പ്രേക്ഷകർ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ജാൻമണി അയ്യപ്പത്തോന്ന് പറഞ്ഞിട്ട് ആരോങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്തോ അതുപോലത്തെ ഒരു കരച്ചിലാണ് അവിടെ കരഞ്ഞിരുന്നത് ജാൻമണി. അവിടെ നിന്ന് ഓരോ മത്സരാർത്ഥികളും ആ വീട്ടിൽ നിന്ന് പോകാനുള്ളവർ തന്നെയാണ്. ആ വീട്ടിൽ ആരും സ്ഥിരമായിട്ട് നിൽക്കാനുള്ളതല്ല. ഓരോ ആഴ്ചയും ഓരോരുത്തരും പോവും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരല്ലാത്തവരും എല്ലാവരും പോവും. ജാൻമണിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പ്രിയപ്പെട്ടവരല്ലാത്തവരോട് എല്ലാവരോടും ഭയങ്കരധികം വെറുപ്പ് സൂക്ഷിക്കുന്ന, ഭയങ്കരധികം വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റും അതുപോലെ മോശമാക്കി പറയുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ജാൻമണി. പക്ഷെ സ്നേഹിച്ചവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലുമാണ്. അതാണ് ജാൻമണിക്ക് പറ്റുന്ന കുഴപ്പം. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ജാൻമണിക്ക് സഹിക്കുന്നില്ല. എന്നാൽ അവിടെ വെറുക്കുന്നവരെ ശപിക്കുകയും പ്രാകുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ജാൻമണി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ജാൻമണിയുടെ അടുത്ത് ഇപ്പോൾ ആർക്കും അത്ര താല്പര്യമില്ല. ജാൻമണിയുടെ ഈ ക്യാരക്ടർ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ ശപിക്കുന്ന വാക്കുകളും ഭയങ്കരമായിട്ടാണ് അവിടെ ജാൻമണി പ്രയോഗിക്കുന്നത്. അപ്പോൾ ജാൻമണിയുടെ ഈ കരച്ചിൽ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്നൊരു തോന്നൽ മാത്രമേ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഋഷി അവിടെ ജാൻമണീനെ പിടിച്ചുകൊണ്ടുവന്ന് പതുക്കെ പിടിച്ച് ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യാതെ അവിടെ കൊണ്ടുവന്നിട്ട് ജാൻമണീനെ ഒരൊറ്റ വിടലാണ് ഋഷി ചെയ്തത്. കട്ടിലേക്ക് ഇതേ കിടക്കുന്നു ജാൻമണി അങ്ങനെ വീഴുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്. എല്ലാവരും അതൊരു കോമഡി ആയിട്ടാണ് എടുത്തു ചൂണ്ടി കാണിക്കുന്നത്.